പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല കുറുകിയ ചാറോടുകൂടി വറ്റിച്ചെടുത്ത മീൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ അത്യാവശ്യം ദശക്കട്ടിയുള്ള ഏതൊരു മീനും കറി വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കറിക്ക് വേണ്ടിയിട്ടുള്ള കൊടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. കൊടംപുളി പുകയത്തിട്ട് ഉണക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് വയ്ക്കാൻ. മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മൺചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 10-12 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സവോള ഉപയോഗിക്കാം. ചെറിയുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ ചേരുവകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ചതച്ചും എടുക്കാം. ഇവിടെ ഇപ്പോൾ കൂട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 10-15 സെക്കൻഡ് ഇളക്കി കഴിയുമ്പോൾ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരും. പൊടികൾ മൂത്ത് വരുന്ന സമയത്ത് പൊടി മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു മണം നമുക്ക് കിട്ടും. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികൾ ആവശ്യത്തിന് മൂത്തെങ്കിൽ മാത്രമേ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പൊടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മീൻ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ്. തക്കാളി ചേർത്തതിന് ശേഷവും ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ നീരിൽ ചേരുവകളൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വരും. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ചില തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ചേരുവകളൊക്കെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ മൂപ്പിക്കുന്ന സമയത്തും ചേരുവകൾ വഴറ്റിയെടുക്കുന്ന സമയത്തും തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊടംപുളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് വാളൻപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളി ചേർത്തതിന് ശേഷവും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേരുവകളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള നാടൻ മീൻ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം. എങ്കിൽ മാത്രമേ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറുകിയ ചാറോടുകൂടിയ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 250 മില്ലി വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ ഈ ചാറൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം തിളച്ച കൂട്ടിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1/2 കിലോ മത്തിയാണ് ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മീൻ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ചാറിൻ്റെ അകത്തോട്ട് മീനാക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാം.
അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എത്ര ചാറ് വേണം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. നല്ല ചാറോടുകൂടിയിട്ടുള്ള മീൻ കറിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാകും. വറ്റിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് സമയമെടുക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. മുഴുവൻ അടയേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം. 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് ചാറൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ അടുത്ത പ്രാവശ്യം മീൻ കറി വയ്ക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.